السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. ഏറെ ബഹുമാനമുള്ള വിശ്വാസി സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന തക്ബീർ ധ്വനികൾ വിശ്വാസികൾക്കെല്ലാവർക്കും സുപരിചിതമാണ്. പക്ഷേ പലപ്പോഴും പെരുന്നാളുകളിൽ ചൊല്ലുന്ന ഒരു കേവല ദിക്ർ എന്നതിനപ്പുറത്ത്, അല്ലെങ്കിൽ ഹജ്ജിലും ഉംറയിലുമെല്ലാം പറയുന്ന ചില വാക്കുകൾ എന്നതിനപ്പുറത്ത് ഇതിൻ്റെ അർത്ഥത്തെ സംബന്ധിച്ചോ ആശയത്തെ സംബന്ധിച്ചോ നാം ചൊല്ലുന്ന വാക്കുകളുടെ ഗൗരവത്തെ സംബന്ധിച്ചോ പലപ്പോഴും മുസ്ലിമീങ്ങൾ ആലോചിക്കാറില്ല, ചിന്തിക്കാറില്ല. എന്നാൽ അവർ അർത്ഥമറിഞ്ഞുകൊണ്ടായിരുന്നു അല്ലാഹു അക്ബർ എന്ന് പറയുന്നതെങ്കിൽ ഇന്ന് മുസ്ലിമീങ്ങളുടെ ജീവിതവും അവരുടെ ജീവിത രീതികളും നിലപാടുകളും ഒരിക്കലും ഇതുപോലെ ആകുമായിരുന്നില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, വരൂ നമുക്ക് തക്ബീർ ധ്വനികൾ മുഴക്കാം, അതിൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ. അല്ലാഹു അക്ബർ എന്ന പ്രഖ്യാപനം നമുക്കറിയാം, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ പ്രാധാന്യത്തോടുകൂടി നമ്മോട് നിർവഹിക്കാൻ പറഞ്ഞിട്ടുള്ള ഒരു ദിക്റും അല്ലാഹു അക്ബർ എന്ന ദിക്റാണ്. പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഇസ്രായിലെ 111 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ശ്രദ്ധിക്കുക. വഖുൽ, നബിയെ പറയുക, അൽഹംദുലില്ലാഹില്ലദീ ലം യത്തഖിദ് വലദ, ഒരു സന്താനത്തെ സ്വീകരിക്കാത്ത അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സർവസ്തുതിയും. വലം യകുല്ലഹു ശരീകുൻ ഫിൽ മുൽക്കി, ആധിപത്യത്തിൽ അവന് യാതൊരു പങ്കുകാരുമില്ല. വലം യകുല്ലഹു വലിയ്യും മിനദ്ദുല്ലി, അപമാനത്തിൽ നിന്ന് സംരക്ഷിക്കുവാൻ ഒരു സംരക്ഷകൻ അവന് ആവശ്യവുമില്ല. വകബ്ബിർഹു തക്ബീറ, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിൻ്റെ മഹത്വം ഉദ്ഘോഷിക്കുക, അല്ലാഹു അക്ബർ എന്ന് പറയുക എന്നാണ്. ഇവിടെ ഈ ആയത്തിൽ, സൂറത്തുൽ ഇസ്രായിലെ 111 ആയത്തിൽ നമുക്ക് പ്രധാനമായും 3 കാര്യങ്ങൾ കാണാം. ഒന്ന്, അൽഹംദുലില്ലാ എന്ന അള്ളാഹുവിനുള്ള സ്തുതികീർത്തനം കാണാൻ സാധിക്കും. 2, അവനു പങ്കുകാരില്ല ആധിപത്യത്തിൽ, അവൻ ഏകനാണ് എന്ന തത്വം നമുക്ക് കാണാൻ സാധിക്കും. 3, അല്ലാഹു അക്ബർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്നതനും മഹാനുമാണ്, ഏറ്റവും വലിയവനാണ് എന്ന പ്രഖ്യാപനം നിർവഹിക്കുവാനുള്ള ആഹ്വാനം നമുക്ക് കാണാൻ സാധിക്കും. ഇത് തന്നെയാണ് പെരുന്നാളിലെ തക്ബീർ ധ്വനികളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ലാഹു അക്ബർ എന്നും ലാ ഇലാഹ ഇല്ലല്ലാ എന്നും വലില്ലാഹിൽ ഹംദ് എന്നുമുള്ള സ്തുതിയുടെയും, അതേപോലെ തന്നെ അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്റുകളുടെയും ഒരു സമ്മേളനമാണ് യഥാർത്ഥത്തിൽ പെരുന്നാൾ ദിനങ്ങളിലെ തക്ബീർ ധ്വനികളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നിങ്ങൾ അല്ലാഹു അക്ബർ എന്ന് പറയണം എന്നാണ്. അതേപോലെ തന്നെ സൂറത്തുൽ മുദ്ദസ്സിറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ. ഇവിടെ പറയുന്നത് വറബ്ബക ഫകബ്ബിർ, നിന്റെ രക്ഷിതാവിൻ്റെ മഹത്വം, അവൻ്റെ വലിപ്പം നീ പ്രഖ്യാപിക്കുക, അല്ലാഹു അക്ബർ എന്ന് പറയുക എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ 2 പെരുന്നാൾ ദിനങ്ങളിൽ ഏറ്റവും കൂടുതലായി പറയുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതും തക്ബീർ ധ്വനികളാണ്. ഒന്ന്, ഈദുൽ ഫിത്ർ തന്നെ പരിശോധിക്കുക. സൂറത്തുൽ ബഖറയിലെ 185 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങൾ റമളാനിലെ 30 നോമ്പുകളും നോറ്റതിന് ശേഷം വലിതുക്മിലുൽ ഇദ്ദ, നിങ്ങൾ എണ്ണം പൂർത്തീകരിക്കുക. 29 ആണെങ്കിൽ അങ്ങനെ, 30 ആണെങ്കിൽ അങ്ങനെ പൂർത്തീകരിച്ചതിന് ശേഷം വലിതുകബ്ബിറുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന് തക്ബീർ ധ്വനികൾ മുഴക്കുക, അല്ലാഹു അക്ബർ എന്ന് പറയുക. അലാമാ ഹദാക്കും, അവൻ നിങ്ങൾക്ക് മാർഗദർശനം നൽകിയതിൻ്റെ പേരിൽ. വലഅല്ലക്കും തഷ്കുറൂൻ, അങ്ങനെ നിങ്ങൾ നന്ദിയുള്ള ആളുകളായി തീരണം. അപ്പോൾ ഈദുൽ ഫിത്റുമായി ബന്ധപ്പെട്ട് അള്ളാഹു പറയുന്നത്, നിങ്ങൾ വലിതുകബ്ബിറുല്ലാഹ്, അള്ളാഹുവിൻ്റെ തക്ബീർ ധ്വനികൾ നിങ്ങൾ മുഴക്കുക, അള്ളാഹുവിൻ്റെ വലിപ്പം പ്രഖ്യാപിക്കുക എന്നാണ്. അതേപോലെ തന്നെ ഈദുൽ അദ്ഹയുമായി ബന്ധപ്പെട്ട് സൂറത്തുൽ ഹജ്ജിലും നമുക്ക് കാണാൻ കഴിയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ,
നിങ്ങൾ അറക്കുന്ന ഉരുവിൻ്റെ രക്തമോ മാംസമോ അള്ളാഹുവിലേക്ക് എത്തുന്നില്ല. വലാകിൻ യനാലുഹു തഖ്വ മിൻകും, മറിച്ച് നിങ്ങളിൽ നിന്നുള്ള തഖ്വയാണ് അള്ളാഹുവിലേക്ക് എത്തുന്നത്. കദാലിക സഖറഹാ ലക്കും, അപ്രകാരം അവയെ അള്ളാഹു നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. ലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും, അള്ളാഹു നിങ്ങൾക്ക് മാർഗദർശനം നൽകിയതിൻ്റെ പേരിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ മഹത്വം പ്രകീർത്തിക്കുവാൻ വേണ്ടി, അള്ളാഹു അക്ബർ എന്ന് പറയാൻ വേണ്ടി. വബശ്ശിരിൽ മുഹ്സിനീൻ, സുഹൃതവാന്മാർക്ക് സന്തോഷവാർത്ത അറിയിക്കുക. അപ്പോൾ ഈദുൽ ഫിത്തറിനെ കുറിച്ച് പറഞ്ഞിടത്തും ഈദുൽ അദ്ഹയെക്കുറിച്ച് പറഞ്ഞിടത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും, അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിൻ്റെ പേരിൽ നിങ്ങൾ അള്ളാഹു അക്ബർ എന്ന് പറയുക. അതുകൊണ്ടാണ് രണ്ട് പെരുന്നാളുകളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ശർആയി സുന്നത്തായി നിശ്ചയിച്ചു തന്നത് തക്ബീർ ധ്വനികൾ മുഴക്കുക. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന തക്ബീർ ധ്വനികൾ. ഒന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, തക്ബീർ എന്നുള്ളത്, അല്ലാഹു അക്ബർ എന്നുള്ളത് മറ്റ് എല്ലാ ദിക്റുകളെക്കാളും നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായതും നിർബന്ധമായതുമായ കാര്യമാണ്. ഉദാഹരണത്തിന് 5 വക്ത് നമസ്കാരമായി എന്ന് അറിയിക്കുന്ന അദാൻ, ബാങ്ക്, അത് നമുക്കറിയാം. അത് നമസ്കാരവുമായി ബന്ധപ്പെട്ട് അത് ഫർദു കിഫായയായ ഒരു കാര്യമാണ്, നിർബന്ധമാണ് ഒരു നാട്ടിൽ. ആ ബാങ്കിൽ നമ്മൾ പറയുന്നത് എന്താണ്? തുടങ്ങുന്നത് തന്നെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്നാണ്. അവസാനത്തിനും അത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നിർബന്ധമായ ആരാധനയാണ് 5 വക്ത് നമസ്കാരം. ആ 5 വക്ത് നമസ്കാരത്തിൻ്റെ അത് തുടങ്ങാൻ പോകുന്നു എന്നുള്ള ഇഖാമത്തിലും നമുക്ക് തക്ബീറുകളാണ് കാണാൻ കഴിയുന്നത്. മാത്രമല്ല, തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് നാം കൈകെട്ടിയതിന് ശേഷം പിന്നീട് ഒട്ടുമിക്ക ചലനങ്ങളിലും നമ്മൾ പറയുന്നത് എന്താണ്? അല്ലാഹു അക്ബർ. റുക്കൂഇലേക്ക് പോകുമ്പോൾ അല്ലാഹു അക്ബർ, സുജൂദിലേക്ക് പോകുമ്പോൾ അല്ലാഹു അക്ബർ, അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അല്ലാഹു അക്ബർ, വീണ്ടും തിരിച്ചു പോകുമ്പോൾ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് നിരന്തരമായി നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ എന്ന ദിക്റുകളെക്കാളെല്ലാം നമ്മുടെ നിത്യജീവിതത്തിൽ നിരന്തരമായി നാം ചൊല്ലുന്നത് അല്ലാഹു അക്ബർ എന്നുള്ള ഈ ഒരു തക്ബീറാണ്. അതുകൊണ്ടാണ് ഉലമാക്കൾ വിശദീകരിക്കുന്നത്, ഫൽ മുസ്ലിമു, ഒരു മുസ്ലിം, യുകബ്ബിറുല്ലാഹ ഫിൽ യൗമി വൽ ലൈലത്തി ഫിസ് സ്വലവാത്തിൽ ഖംസിൽ മക്തൂബത്തി ഫഖത്ത് 94 തക്ബീറ. 5 വക്ത് നമസ്കാരത്തിൽ നാം ചൊല്ലുന്ന തക്ബീറുകൾ എണ്ണിയാൽ തന്നെ ഏകദേശം 94 തവണ നാം തക്ബീർ ചൊല്ലുന്നുണ്ട് ഒരു ദിവസം. നിർബന്ധ നമസ്കാരത്തിലുള്ള തക്ബീറുകൾ മാത്രം. ഇനി സുന്നത്തായ റവാത്തിബുകളും മറ്റു സുന്നത്തുകളും ഒരു ദിവസം അത് കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും അതേപോലെ തന്നെ 5 വക്ത് നമസ്കാരത്തിന് ശേഷമുള്ള സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്നുള്ള ആ ദിക്റിൽ അല്ലാഹു അക്ബർ എന്ന് 33 തവണ 5 വക്തും ചൊല്ലുകയാണെങ്കിൽ ഒരു വ്യക്തി ഒരു ദിവസം തന്നെ ചൊല്ലുന്ന തക്ബീറുകളുടെ എണ്ണം ഉലമാക്കൾ പറയുന്നു 342 തക്ബീറ, 342 തക്ബീറുകൾ ഒരു ദിവസം ഒരു ശരാശരി മുസ്ലിം തൻ്റെ ജീവിതത്തിൽ ചൊല്ലുന്നുണ്ട് എന്ന് പറഞ്ഞാൽ 5 വക്ത് നമസ്കാരവും മറ്റു റവാത്തിബ് സുന്നത്തുകളും മറ്റു ദിക്റുകളും പതിവാക്കുന്ന ഒരാൾ 342 തവണ ഒരു ദിവസം അല്ലാഹു അക്ബർ എന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നിത്യജീവിതത്തിൽ നിരന്തരമായി തക്ബീർ ചൊല്ലാൻ നമ്മോട് കൽപ്പിച്ചത്? വകബ്ബിർഹു തക്ബീറ. കാരണം അല്ലാഹുവിൻ്റെ മഹത്വം ഉൾക്കൊള്ളലാണത്, അത് അംഗീകരിക്കലാണത് സഹോദരങ്ങളെ. അത് അംഗീകരിക്കുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വകവെച്ചു കൊടുക്കേണ്ടുന്ന എല്ലാ അവകാശങ്ങളും ഒരാൾക്ക് വകവെച്ചു കൊടുക്കാൻ കഴിയുന്നത്. അവനല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, അവൻ പരിശുദ്ധനാണ് എന്ന കാര്യം, സകല സ്തുതികളും അവനാണ് എന്ന കാര്യം, അങ്ങനെ തുടങ്ങി അള്ളാഹുവിൻ്റെ എല്ലാ അവകാശങ്ങളും സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുക്കാൻ സാധിക്കുന്നത് എപ്പോഴാണ്? അള്ളാഹുവിൻ്റെ ഖദർ മനസ്സിലാക്കുമ്പോഴാണ്. അതുകൊണ്ടാണല്ലോ പരിശുദ്ധ ഖുർആനിൽ പറയുന്നത്, വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി, അവർ അള്ളാഹുവിനെ കണക്കാക്കേണ്ട രൂപത്തിൽ കണക്കാക്കിയിട്ടില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ ഖദർ, അവൻ്റെ മഹത്വം മനസ്സിലാക്കുമ്പോൾ ഒരാൾ പ്രഖ്യാപിക്കും അല്ലാഹു അക്ബർ, അള്ളാഹു ആകുന്നു ഏറ്റവും വലുത്, അതിനേക്കാൾ വലുതായി എനിക്കൊന്നുമില്ല, അതിനേക്കാൾ വലുതായി ഒരു കാര്യവുമില്ല എന്നുള്ള ആ ഒരു പ്രഖ്യാപനം, അത് പ്രഖ്യാപിക്കുമ്പോഴാണ് പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ ഇടപെടാനുള്ള അവകാശം എന്ന് ഒരടിമ മനസ്സിലാക്കുന്നത്. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നതനുസരിച്ച് പ്രവർത്തിക്കുവാൻ, അല്ലാഹു പാടില്ല എന്ന് പറഞ്ഞതിൽ നിന്ന് വിട്ടുനിൽക്കുവാനെല്ലാം ഒരു വ്യക്തിക്ക് സാധിക്കുന്നതാണ്. അതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് നമസ്കാരം. ശ്രദ്ധിക്കുക,
ഒരു വ്യക്തി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതിന് തക്ബീറത്തുൽ ഇഹ്റാം എന്നാണ് പറയുന്നത്. മഹാനായ ഇബ്നുൽ ഖയ്യിമുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞ ചില വാചകങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞു, ലാ അഹ്സനു മിൻ കൗനി തക്ബീർ തഹരീമൻ ലഹ. നമസ്കാരത്തിൻ്റെ തഹരീമായിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറഞ്ഞാൽ നമ്മൾ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഇനി എനിക്ക് ദുനിയാവിൻ്റെ കാര്യങ്ങളുമായി ബന്ധമില്ല. ഇനി ഞാൻ ആരോടും സംസാരിക്കുകയില്ല. ആരും ഇങ്ങോട്ട് പറയുന്നത് ഞാൻ ശ്രദ്ധിക്കുകയുമില്ല. ഇനി ഞാനും എൻ്റെ റബ്ബും തമ്മിലുള്ള സംഭാഷണമാണ്. ബാക്കി എല്ലാ ബന്ധങ്ങളും ഞാൻ മുറിച്ചിരിക്കുന്നു. അതിനാണ് അവിടെ ഇഹ്റാം എന്ന് പറയുന്നത്. അവിടെ തഹരീമ് ചെയ്യുകയാണ്. മറ്റെല്ലാത്തിനെയും നാം എന്ത് ചെയ്യുകയാണ്? മുറിച്ചു കളയുകയാണ്. എന്നിട്ട് ഞാനിനി എൻ്റെ റബ്ബുമായിട്ടുള്ള സംസാരത്തിൽ മാത്രമാണ് എന്ന പ്രഖ്യാപനമാണത്. അല്ലാഹു അക്ബർ എന്ന പ്രഖ്യാപനം. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ആ തക്ബീറത്തുൽ ഇഹ്റാമിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്നുള്ളതൊന്നും ഉപയോഗിക്കാതെ അല്ലാഹു അക്ബർ എന്ന് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടതിൽ വലിയ ഹിക്മത്തുണ്ട്. ഫതഹരീമുഹാ തക്ബീറുർ റബ്ബി തആല അൽ ജാമിഉ ലി ഇസ്ബാതി കുല്ലി കമാലിഹി وتنزيهه عن كل نقص وعيب وإفراده وتخصيصه بذلك وتعظيمه وإجلاله. فالتكبير يتضمن تفاصيل أفعال الصلاة وأقوالها وهيئاتها. فالصلاة من أولها إلى آخرها تفصيل لمضمون الله أكبر. അദ്ദേഹം പറയുന്നത് അള്ളാഹുവിൻ്റെ എല്ലാ അസ്മാകളും ഗുണങ്ങളും അവൻ്റെ എല്ലാ മഹത്വങ്ങളും ഉൾക്കൊള്ളുന്ന വാക്കാണ് അല്ലാഹു അക്ബർ. അള്ളാഹു എല്ലാ അർത്ഥത്തിലും വലുതാണ് എന്ന് പറഞ്ഞാൽ അവൻ്റെ അസ്മാകൾ, അവൻ്റെ സിഫാത്തുകൾ, അവൻ്റെ പ്രവർത്തനങ്ങൾ, അവൻ്റെ തീരുമാനങ്ങൾ, അവൻ്റെ നിശ്ചയങ്ങൾ, അവൻ്റെ ഖലാഉകൾ, അവൻ്റെ ഖദറുകൾ എല്ലാം വലുതാണ് എന്ന പ്രഖ്യാപനമാണ്. ആ പ്രഖ്യാപനം അനുസരിച്ചുകൊണ്ടാണ് നമസ്കാരത്തിലെ ഓരോ ചലനവും. അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കുന്നു, അള്ളാഹുവിൻ്റെ മുന്നിൽ റുക്കൂഇൽ പോകുന്നു, അള്ളാഹുവിൻ്റെ മുന്നിൽ ഒരടിമ എല്ലാം സമർപ്പിച്ച് സുജൂദിലേക്ക് പോകുന്നു, എല്ലാം നാഥ നിനക്ക് സമർപ്പിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നു. അതുകൊണ്ട് തന്നെ നമസ്കാരം ഏറ്റവും വലിയ ഉബൂദിയത്ത്, ഒരു അടിമയുടെ അടിമത്തം തെളിയിക്കുന്ന ഏറ്റവും വലിയ ഒരു ആരാധനയാണ് നമസ്കാരം. ആ നമസ്കാരത്തിൽ അല്ലാഹു അക്ബർ എന്ന് ഓരോ ചലനങ്ങളിലും പറയിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? എനിക്ക് അല്ലാഹുവാണ് വലുത്, അതുകൊണ്ട് ഞാൻ അവൻ്റെ മുന്നിൽ കുനിയും. എനിക്ക് അല്ലാഹുവാണ് വലുത്, അതുകൊണ്ട് ഞാൻ അവൻ്റെ മുന്നിൽ സുജൂദിൽ വീഴും. എനിക്ക് അല്ലാഹുവാണ് വലുത്, ഞാൻ അവൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഞാൻ മറ്റ് ആരോടും സംസാരിക്കുകയില്ല. ദുനിയാവുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ മുറിച്ചുകൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് അല്ലാഹു അക്ബർ എന്ന പ്രഖ്യാപനം യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരടിമ പ്രഖ്യാപിക്കുകയാണ്, എനിക്കെൻ്റെ റബ്ബാണ് വലുത്. പരിശുദ്ധ റമളാൻ മാസത്തിൽ നമ്മളത് തെളിയിക്കുകയായിരുന്നു. നമുക്ക് അല്ലാഹുവാണ് വലുത്, അതുകൊണ്ട് നോമ്പിൻ്റെ പകലുകളിൽ വെള്ളം കുടിക്കരുത് എന്ന് അല്ലാഹു പറഞ്ഞു. എനിക്ക് അല്ലാഹുവാണ് വലുത്, അതുകൊണ്ട് ഞാൻ വെള്ളം കുടിക്കുകയില്ല. എനിക്ക് അല്ലാഹുവാണ് വലുത്, അതുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കുകയില്ല. എനിക്ക് അല്ലാഹുവാണ് വലുത്, അതുകൊണ്ട് ഞാൻ എൻ്റെ ഇണയുമായി ബന്ധപ്പെടുകയില്ല. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്ന ചെറുതും വലുതുമായ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രാവർത്തികമാക്കി. റമളാനിൻ്റെ പകലുകളിലും രാത്രികളിലും ഉറക്കമൊഴിഞ്ഞ് നമ്മൾ നമസ്കരിച്ചു. എനിക്ക് കിടന്നുറങ്ങലല്ല വലുത്, അള്ളാഹുവിൻ്റെ മുന്നിൽ നിന്ന് നമസ്കരിക്കലാണ്. ഇങ്ങനെ എനിക്ക് എൻ്റെ താല്പര്യങ്ങളെക്കാൾ അള്ളാഹുവിൻ്റെ കൽപ്പനകളാണ് വലുത് എന്ന് തെളിയിക്കുകയായിരുന്നു റമളാനിൽ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത്, വലി തുക്മിലുൽ ഇദ്ദ, നിങ്ങൾ എണ്ണം പൂർത്തീകരിക്കുക. എന്നിട്ട് വലി തുകബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും, നിങ്ങൾക്ക് അല്ലാഹു ഹിദായത്ത് നൽകിയതിൻ്റെ പേരിൽ നിങ്ങൾ അല്ലാഹു അക്ബർ എന്ന് പറയുക. അവിടെ പറയപ്പെട്ടിട്ടുള്ള ഹിദായത്ത് എന്താണ് സഹോദരങ്ങളെ? ശരിക്കും മനസ്സിലാക്കുക. നമ്മൾ തക്ബീർ ധ്വനികൾ മുഴക്കുന്നത് കേവലം പെരുന്നാളിൻ്റെ ഒരു ആഘോഷത്തിൻ്റെ പ്രകടനമായിട്ടല്ല, മറിച്ച് അവിടെ അല്ലാഹു രണ്ട് സ്ഥലത്തും, ഈദുൽ അദ്ഹയെക്കുറിച്ച് പറഞ്ഞിടത്തും പറഞ്ഞത്, ഈദുൽ ഫിത്റിനെ കുറിച്ച് പറഞ്ഞിടത്തും പറഞ്ഞത് വലി തുകബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും, അല്ലാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിൻ്റെ പേരിലാണ് ഈ തക്ബീർ ധ്വനികൾ. അതുകൊണ്ട് തന്നെ റമളാനിൽ ലഭിച്ച ചൈതന്യം, റമളാനിൽ ലഭിച്ച ഹിദായത്ത്, ഖുർആൻ ഹിദായത്താണല്ലോ. അതാണല്ലോ റമളാനിൽ നോമ്പ് നോൽക്കാൻ അല്ലാഹു നമ്മോട് കൽപ്പിക്കാനുള്ള കാരണം. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസം എന്നുള്ള നിലക്ക് ഹിദായത്താണ് വലുത്, സന്മാർഗമാണ് വലുത്. അത് അല്ലാഹു നമുക്ക് കാണിച്ചു തന്നു. അതേതാണ് ആ ഹിദായത്ത്? അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന തിരിച്ചറിവാണ്. അതുകൊണ്ടാണ് വകബ്ബിറുഹു തക്ബീറ എന്ന ആയത്ത് സൂറത്തുൽ ഇസ്രായിലെ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് ഇബ്നു ജരീർ അത്ത്-തബരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, യഖൂലു വഅള്ളിം റബ്ബക യാ മുഹമ്മദ് ബിമാ അമറക അൻ തുഅള്ളിമഹു ബിഹി മിൻ ഖൗലിൻ വഫിഅലിൻ വഅതിഉഹു ഫീമാ അമറക വനഹാക്. ഓ മുഹമ്മദ് നബിയെ, താങ്കൾ അല്ലാഹുവിൻ്റെ മഹത്വം ഉദ്ഘോഷിക്കുക, അവൻ്റെ വലിപ്പം പറയുക, അവനെ മഹത്വപ്പെടുത്തുക. എങ്ങനെയാണ് ആ മഹത്വപ്പെടുത്തേണ്ടത്? അൻ തുഅള്ളിമഹു ബിഹി മിൻ ഖൗലിൻ വഫിഅലിൻ, പ്രവർത്തനത്തിലും വാക്കുകളിലും അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നത് വരണം. എങ്ങനെയാണ് പ്രവർത്തനത്തിൽ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തേണ്ടത്? അള്ളാഹു ഖുർആനിലൂടെ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെയാണ് എനിക്ക് വലുത്, അതല്ലാത്തതൊന്നും എനിക്ക് വലുതല്ല എന്ന് ജീവിതത്തിലൂടെ തെളിയിക്കലാണ്. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ചെയ്യുക, അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുക. വഅതിഉഹു ഫീമാ അമറക വനഹാക്,
അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളൊക്കെ അനുസരിക്കലും അവൻ വിരോധിച്ച കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കലുമാണ് യഥാർത്ഥത്തിൽ തക്ബീറിൻ്റെ അർത്ഥം. അങ്ങനെ അറിഞ്ഞുകൊണ്ട് തക്ബീർ ധ്വനികൾ മുഴക്കുന്ന ഒരാൾക്ക് റമദാനിൽ നേടിയ ചൈതന്യങ്ങളെ നഷ്ടപ്പെടുത്താൻ കഴിയില്ല സഹോദരങ്ങളെ. എന്നാൽ പലരും പെരുന്നാൾ തക്ബീർ ധ്വനികൾ മുഴക്കുന്നത് തന്നെ എനിക്ക് തോന്നിയതുപോലെ ജീവിക്കാനുള്ള ലൈസൻസായി എന്ന ഒരു ആഹ്ലാദ പ്രകടനം പോലെയാണ് പലർക്കും തക്ബീറുകൾ. ശ്രദ്ധിക്കുക. കാരണം റമദാനിലെ നോമ്പ് കഴിഞ്ഞു, ഖിയാമുൽ ലൈൽ കഴിഞ്ഞു, ഇനി രാത്രി നമസ്കാരമില്ല, ഇനി നോമ്പ് നോൽക്കേണ്ടതില്ല, ഇനി നാവിനെ സൂക്ഷിക്കേണ്ടതില്ല, ഇനി കണ്ണിനെ സൂക്ഷിക്കേണ്ടതില്ല, ഇനി അള്ളാഹുവിന് ദിക്ർ ചൊല്ലേണ്ടതില്ല, ഇനി ഖുർആൻ പാരായണം ചെയ്യേണ്ടതില്ല. റമദാനിൽ നേടിയെടുത്ത മുഴുവൻ നന്മകളും അവസാനിപ്പിക്കാനുള്ള ഒരു കാഹളമായിട്ടാണ് പലരും തക്ബീർ ധ്വനികൾ മുഴക്കുന്നത്. എന്നാൽ നേരെ തിരിച്ചാണ് കാര്യം സഹോദരങ്ങളെ, നേരെ തിരിച്ചാണ്. അള്ളാഹു അക്ബർ എന്ന് പറയുന്നത് ലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും, അള്ളാഹു ഹിദായത്ത് നൽകി, ഖുർആൻ എന്താണെന്ന് മനസ്സിലാക്കി തന്നു, നോമ്പിൻ്റെ ചൈതന്യം മനസ്സിലാക്കി തന്നു, രാത്രി നമസ്കാരത്തിൻ്റെ മാധുര്യം മനസ്സിലാക്കി തന്നു, അദ്കാറുകളുടെ, ഖുർആൻ പാരായണത്തിൻ്റെ, മറ്റു നന്മകളുടെ, സദഖകളുടെ, സകാത്തുകളുടെ എല്ലാറ്റിൻ്റെയും പുണ്യവും മഹത്വവും നന്മയും മനസ്സിലാക്കി തന്ന റബ്ബേ, നീയാകുന്നു ഏറ്റവും വലിയവൻ, ഇനി ഈ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ ജീവിക്കും. അതാണ് ആ പ്രഖ്യാപനം. അതുകൊണ്ടാണ് മുഹമ്മദ് അൽ അമീൻ അശ്ശങ്കീത്തി റഹിമഹുല്ലാ അദ്ദേഹം ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞത് അദ്ദിംഹു തഅദീമൻ ശദീദ വയൽഹറു തഅലീമുല്ലാഹി ഫീ ശിദ്ദത്തിൽ മുഹാഫള അല ഇംതിസാലി അംരിഹി വജ്തിനാബി നഹ്യി വൽ മുസാറഅതി ഇലാ കുല്ലി മാ യുർദി. ആ തഅലീം പ്രകടമാകുന്നത് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിലും അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിലും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിലേക്ക് മത്സരിച്ചു മുന്നേറുന്നതിലുമാണ് അള്ളാഹു അക്ബർ എന്ന ആശയം പ്രകടമാകുന്നത് എന്നാണ്. ശ്രദ്ധിക്കുക, അള്ളാഹു അക്ബർ എന്ന ആശയം പ്രകടമാകുന്നത് എവിടെയാണ്? അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാൻ, 5 വക്ത് നമസ്കാരം, മറ്റു നിർബന്ധ കാര്യങ്ങളൊക്കെ ചെയ്യണം, അള്ളാഹു ഹറാമാക്കിയതിൽ നിന്നൊക്കെ മാറി നിൽക്കണം, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലേക്ക് മത്സരിച്ചു മുന്നോട്ട് വരണം. സൂറത്തുൽ ഹജ്ജിലെ 30-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അതാണ്. ദാലിക വമൻ യുഅള്ളിമു ഹുറുമാത്തില്ലാ ഫഹുവ ഖൈറുൽ ലഹു ഇൻദ റബ്ബിഹി. അള്ളാഹുവിൻ്റെ ഹുറുമാത്തുകളെ, അവൻ പരിപാവനമാക്കിയ കാര്യങ്ങളെ ആരാണോ ആദരിക്കുന്നത്, ബഹുമാനിക്കുന്നത്, അതാണ് അവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഖൈറായത്. വീണ്ടും 32-ാമത്തെ ആയത്തിൽ പറഞ്ഞു സൂറത്തുൽ ഹജ്ജിൽ, ദാലിക വമൻ യുഅള്ളിമു ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ആരാണോ അള്ളാഹുവിൻ്റെ ഷിആറുകളെ, മതചിഹ്നങ്ങളെ, മത അടയാളങ്ങളെ, മതത്തിൽ നിശ്ചയിക്കപ്പെട്ട കാര്യങ്ങൾക്ക് ഹുർമത്ത് കൽപ്പിക്കുന്നത്, അതിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത്, അത് ഹൃദയത്തിൻ്റെ തഖ്വയിൽപ്പെട്ടതാണ്. അള്ളാഹു അക്ബർ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് പരിശുദ്ധ ഖുർആനിൻ്റെ മഹത്വം ഉൾക്കൊള്ളാതിരിക്കാൻ കഴിയില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം ഉൾക്കൊള്ളാതിരിക്കാൻ കഴിയില്ല, ഇസ്ലാമിൻ്റെ മഹത്വം ഉൾക്കൊള്ളാതിരിക്കാൻ കഴിയില്ല. എന്തിനേറെ ഇസ്ലാമിലെ ചെറുതും വലുതുമായ മുഴുവൻ നിയമങ്ങൾക്കും അയാൾ പവിത്രത കൽപ്പിക്കും. കാരണം അത് നിശ്ചയിച്ചവൻ ആരാണ്? ആകാശഭൂമികളുടെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും, ഖൗലുൽ അബ്ദി അല്ലാഹു അക്ബർ ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ. ഒരടിമ അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് ഈ ദുനിയാവിലുള്ള വിഭവങ്ങളെക്കാളും ഈ ദുനിയാവിനേക്കാളും എല്ലാം മഹത്വമേറിയതാണ്. കാരണം അത് അറിഞ്ഞു പറയുമ്പോൾ അതാണ് ജീവിതത്തിൻ്റെ വിജയം. അല്ലാഹു അക്ബർ എന്ന് അതിൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കിയാണ് ഒരാൾ പറയുന്നതെങ്കിൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. അതുകൊണ്ട് തന്നെ അല്ലാഹു അക്ബർ എന്നതിൽ ഉൾക്കൊള്ളുന്ന ഇഅ്തിഖാദ് എന്താണ്? അത്തക്ബീറുഹു വ തഅദീമു റബ്ബി തബാറക വ തആല വ ഇജ്ലാലുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മഹത്വപ്പെടുത്തലും അവൻ്റെ വലിപ്പം ഉൾക്കൊള്ളലുമാണ് തക്ബീർ. വ ഇഅ്തിഖാദു അന്നഹു ലാ ശൈഉൻ അക്ബറു വലാ അഅ്ളമു മിൻഹു. അള്ളാഹുവിനേക്കാൾ മഹത്വമേറിയതോ അള്ളാഹുവിനേക്കാൾ വലിപ്പമുള്ളതോ ആയ മറ്റൊന്നുമില്ല എന്ന് ഇഅ്തിഖാദ് ചെയ്യലാണ്, വിശ്വസിക്കലാണ്. ഫയസ്ഗുറു ദൂന ജലാലി കുല്ലു കബീർ. അതുകൊണ്ട് തന്നെ എത്ര വലുപ്പമുള്ളവനും അള്ളാഹുവിൻ്റെ അടുക്കൽ ചെറിയവനാണ്. ഏത് കാര്യവും അള്ളാഹുവിൻ്റെ മുന്നിൽ ഒന്നുമല്ല, നിസ്സാരമാണ്. ഇൻ കുല്ലു മൻ ഫിസ് സമാവാതി വൽ അർദി ഇല്ലാ ആതിർ റഹ്മാനി അബ്ദ. ആകാശഭൂമികളിൽ എല്ലാം തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അടിമകൾ മാത്രമാണ്. ഇപ്രകാരം അള്ളാഹുവിനേക്കാൾ മഹത്വമേറിയതോ അള്ളാഹുവിനേക്കാൾ വലിപ്പമുള്ളതോ ആയ ഒന്നുമില്ല എന്ന് അറിയലും മനസ്സിലാക്കലും തന്നെയാണ് അല്ലാഹു അക്ബർ എന്ന പ്രഖ്യാപനം. അത് ജീവിതത്തിലുടനീളം നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ടതാണ്. നമ്മളുടെ സംസാരം, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ വിശ്വാസങ്ങൾ, നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളിലൊക്കെ ഇതുണ്ടാകണം. ഇത് മനസ്സിലാക്കുന്ന ഒരാൾക്കൊരിക്കലും ശിർക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം ബാക്കി എല്ലാവരും സൃഷ്ടികളും അള്ളാഹുവിൻ്റെ അടിമകളുമാണ് എന്നും അള്ളാഹു മാത്രമാണ് വലിയവൻ എന്ന് അംഗീകരിക്കുന്ന ഒരാൾ പിന്നെ എങ്ങനെയാണ് സൃഷ്ടികളിലേക്ക് തിരിയുക? അതുകൊണ്ടാണ് തക്ബീറിൻ്റെ കൂടെ എപ്പോഴും നമുക്ക് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് കാണാൻ കഴിയും.
ഉദാഹരണത്തിന് അദാനിൽ നിങ്ങൾ നോക്കൂ, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. തക്ബീർ കഴിഞ്ഞാൽ ഉടനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ പെരുന്നാളിൻ്റെ തക്ബീറുകളിൽ നോക്കൂ നിങ്ങൾ, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സകല സ്തുതികളും അർഹിക്കുന്നവൻ അല്ലാഹുവാണ്, അവനാകുന്നു ഏറ്റവും വലിയവൻ, അതുകൊണ്ട് അവനല്ലാതെ ഇലാഹില്ല. അപ്പോൾ തൗഹീദ് ഉൾക്കൊള്ളൽ തന്നെയാണ് അല്ലാഹു അക്ബർ എന്ന പ്രഖ്യാപനം. പിന്നീട് ഒരു സൃഷ്ടികളിലേക്കും തിരിയാൻ പാടില്ല. അമ്പിയാക്കളിലേക്കോ വലിയകളിലേക്കോ ജിന്നുകളിലേക്കോ കബറടങ്ങളിലേക്കോ വിഗ്രഹങ്ങളിലേക്കോ ഒന്നിലേക്കും തിരിയാതെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അവനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുകയും അവനിൽ നിന്ന് മാത്രം സഹായം തേടുകയും നേർച്ച വഴിപാടുകൾ അവന് മാത്രം അർപ്പിക്കുകയും അവൻ്റെ പേരിൽ മാത്രം സത്യം ചെയ്തു പറയുകയും ഉപകാരവും ഉപദ്രവവും നൽകാൻ അവന് മാത്രമേ കഴിയൂ എന്ന് വിശ്വസിച്ചുകൊണ്ട് ജീവിതത്തെ പരിപൂർണമായും അള്ളാഹുവിന് സമർപ്പിച്ചുകൊണ്ട് അവൻ്റെ മുഴുവൻ കൽപ്പനകളും അംഗീകരിച്ചുകൊണ്ട് അവൻ വിലക്കിയ കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിന്നുകൊണ്ട് അവൻ പറഞ്ഞയച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് ആ പ്രവാചകൻ്റെ ചര്യകളുടെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് ഖുർആനിൻ്റെ അതിൻ്റെ ഉള്ളടക്കത്തിലെ അതിൻ്റെ ആശയങ്ങളുടെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാമിലെ ചെറുതും വലുതുമായ മുഴുവൻ നിയമങ്ങളുടെയും മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ജീവിതത്തിനുള്ള സന്നദ്ധതയുടെ പ്രഖ്യാപനത്തിനാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലാഹു അക്ബർ എന്ന് പറയുന്നത്. അതുകൊണ്ടത് കേവലം നാവിലുള്ള ഒരു ചൊല്ലൽ മാത്രമായി മാറാൻ പാടില്ല. ജീവിതത്തിലുടനീളം അതിൻ്റെ മാറ്റം കാണപ്പെടണം. നമുക്കറിയാമല്ലോ ഈ ആകാശഭൂമികളുടെ വലിപ്പം എത്രയാണ്. 13 ലക്ഷം ഭൂമി കൊള്ളും ഒരു സൂര്യനിൽ. സൂര്യൻ ഒരു നക്ഷത്രം മാത്രമാണ്, താരതമ്യേന ചെറിയൊരു നക്ഷത്രം. അങ്ങനെയുള്ള സൂര്യൻ ഉൾക്കൊള്ളുന്ന നക്ഷത്ര ഗ്രൂപ്പ് മിൽക്കി വേ എന്ന് പറയുന്നത്, കോടാനുകോടി നക്ഷത്രങ്ങളാണ് അതിലുള്ളത്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ വലിപ്പം എത്രയാണ്? അങ്ങനെയുള്ള നക്ഷത്ര ഗ്രൂപ്പുകൾ എത്ര കോടിയുണ്ട് എന്നറിയില്ല. അറിഞ്ഞിടത്തിലോളം ഏകദേശം 3000 കോടിയോ അല്ലെങ്കിൽ 10,000 കോടിയോ നക്ഷത്ര ഗ്രൂപ്പുകളാണ് കാണാൻ തന്നെ നമുക്ക് സാധിച്ചിട്ടുള്ളൂ. അതിനപ്പുറത്തേക്കുള്ള പ്രപഞ്ചത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ തന്നെ സാധിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഈ മഹാപ്രപഞ്ചം, ആകാശം, അതേപോലെ തന്നെ ഭൂമി ഉൾക്കൊള്ളുന്ന ഈ ലോകം, ആ ലോകം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കുർസി അഥവാ അള്ളാഹുവിൻ്റെ കാലുവെക്കുന്ന സ്ഥാനത്തിനാണ് കുർസി എന്ന് പറയുക. അവിടെ കൊണ്ടുപോയി വെച്ചാൽ ഈ ഭൂമി മുഴുവൻ മരുഭൂമിയാണെങ്കിൽ അതിൽ ഒരു ചെറിയ മോതിരം, അതല്ലെങ്കിൽ ഒരു ഇരുമ്പിൻ്റെ വളയം, ഒരു ചെറിയ റിങ്, മോതിരം പോലെയുള്ള ഒരു റിങ് ഇട്ടാൽ എത്രമാത്രം നിസ്സാരമാണോ അതേപോലെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ മഹാപ്രപഞ്ചം അള്ളാഹുവിൻ്റെ കുർസിയിൽ. അപ്പോൾ കുർസിയുടെ വലുപ്പത്രാണ്. ആ കുർസിയിൽ ഒരു റിങ് പോലെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ എവിടെ? അള്ളാഹുവിൻ്റെ അർശിൽ. കുർസി അർശിൽ വെച്ചാൽ നേരത്തെ സൂചിപ്പിച്ച അതേ വ്യത്യാസമുണ്ട് എന്നാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ അർശിൻ്റെ വലിപ്പം എത്രയാണ്? അള്ളാഹുവിൻ്റെ കുർസിയുടെ വലിപ്പം എത്രയാണ്? ഇതെല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. അർശ് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്, കുർസി അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്, ഈ പ്രപഞ്ചം അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. അപ്പോൾ അള്ളാഹു എത്ര വലുതായിരിക്കും? അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ. ആ റഹ്മാനായ റബ്ബിൻ്റെ അടിമകളാണ് നമ്മൾ. അതിൽ അഭിമാനിക്കാനുണ്ട്. അതോടൊപ്പം അവനോട് അനുസരണക്കേട് കാണിക്കുന്നവർ ഭയപ്പെടണം. എന്നാൽ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെട്ടാലോ പിന്നെ എന്തൊരു സമാധാനമാണ്. നാം ആരുടെ അടിമയാണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ രാജാവ് ആരാണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. നാം ആരാധിക്കുന്ന നമ്മുടെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു തആല ആരാണെന്ന് ആലോചിച്ച് നോക്കൂ. ആ റബ്ബ് നമ്മളെ സ്വീകരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ പിന്നെ അതിലുള്ളൊരു സന്തോഷവും ആഹ്ലാദവും എത്രയാണ്. അതുകൊണ്ട് പെരുന്നാളിൽ നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പറയുന്നിടത്ത് ആഹ്ലാദമുണ്ട്. കാരണം ഞങ്ങളുടെ റബ്ബ് ഞങ്ങൾക്ക് കാണിച്ചു തന്ന വഴി ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. ആ വഴിയിലൂടെ പോയാൽ ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിയുന്ന ഉറപ്പാണ്. ആ വഴികളാണ് റമളാനിലെ 30 ദിവസത്തിലൂടെ അള്ളാഹു ഞങ്ങൾക്ക് കാണിച്ചു തന്നത്, ഞങ്ങളെ പരിശീലിപ്പിച്ചത്. ഇൻഷാ അള്ളാഹ് ഇനി ആ ഒരു ആദർശം ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അള്ളാഹു വേണ്ടാന്ന് പറഞ്ഞതൊക്കെ ഞങ്ങൾ ഒഴിവാക്കും. അള്ളാഹു ചെയ്യാൻ പറഞ്ഞതൊക്കെ ഉറക്കമൊഴിഞ്ഞാണെങ്കിലും ഞങ്ങൾ ചെയ്യും. ഈ ഒരു ആദർശം ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന അള്ളാഹുവേ, നിനക്ക് സർവസ്തുതിയും, വലില്ലാഹിൽ ഹംദ്, സർവസ്തുതിയും നാഥ നിനക്കാണ്. അല്ലാഹു അക്ബർ, നീ വലിയവനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിന്നിലേക്കല്ലാതിന് ഞങ്ങൾ വേറെ ആരിലേക്കും തിരിയില്ല. കാരണം ഞങ്ങൾ നിന്നെ മനസ്സിലാക്കി കഴിഞ്ഞു. നിന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ സൃഷ്ടികളുടെ നിസ്സാരത ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് തക്ബീറിൻ്റെ കൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പൊരുൾ മനസ്സിലാക്കണം. സുബ്ഹാനല്ലാഹയുടെ കൂടെ ഹംദിൻ്റെ പൊരുൾ മനസ്സിലാക്കുന്നത് പോലെ തന്നെയാണത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് അള്ളാഹുവിന് സർവവും സമർപ്പിക്കാനുള്ള തയ്യാറെടുപ്പാണ് തക്ബീർ ധ്വനികളിലൂടെ നമ്മൾ കാണുന്നത്. അള്ളാഹു നമുക്ക് ഹിദായത്ത് തന്നിട്ടില്ലായിരുന്നെങ്കിൽ ആര് നമുക്ക് ഹിദായത്ത് തരുമായിരുന്നു സഹോദരങ്ങളെ? ലോകത്തിൻ്റെ അവസ്ഥ നോക്കൂ, ഇരുട്ടിലാണ്. ആളുകൾ ഇരുട്ടിൽ തപ്പുകയാണ്. ഒരു ശരിയായ വിശ്വാസമില്ല, ആചാരങ്ങളില്ല, അനുഷ്ഠാനങ്ങളില്ല,
വൃത്തികെട്ട വിശ്വാസങ്ങൾ, വൃത്തികെട്ട ആചാരങ്ങൾ, വൃത്തികെട്ട ഇടപാടുകൾ, മനുഷ്യന് സംസ്കാരം എന്താണ് എന്ന് പോലും അറിയാത്ത മൃഗങ്ങൾ പോലും നാണിച്ചു പോകുന്ന രൂപത്തിലല്ലേ ആളുകൾ ജീവിക്കുന്നത്. എന്നാൽ ഒരു മുസ്ലിമിൻ്റെ ജീവിതമെടുത്ത് പരിശോധിച്ച് നോക്കൂ. സുബ്ഹാനല്ലാഹ്, രാവും പകലും പോലെ വ്യത്യാസമാണത്. രാവും പകലും പോലെയുള്ള വ്യത്യാസമാണത്. നമ്മുടെ വിശ്വാസം എന്താണ് കൃത്യമായി ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നമ്മുടെ വസ്ത്രധാരണ രീതി, നമ്മുടെ ഭക്ഷണ രീതി, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ അനുഷ്ഠാനങ്ങൾ, നമ്മുടെ സ്വഭാവങ്ങൾ, നമ്മുടെ ഇടപാടുകളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം കൃത്യമായ വിശദീകരണമാണ്. ആര് നൽകി? അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. അതുകൊണ്ട് വിശ്വാസികൾ എന്നും ജീവനുള്ളവരാണ്. അവർ പ്രകാശത്തിലാണ്, വെളിച്ചത്തിലാണ്. അതവർക്ക് ആശ്വാസവും ആഹ്ലാദവും സന്തോഷവുമാണ്. അതാണ് ഖുർആനിലൂടെ നമുക്ക് ലഭിച്ചത്. റമദാനിൽ നാം ഖുർആൻ പാരായണം ചെയ്തു, പഠിച്ചു, ധാരാളം ഇൽമുകൾ നമ്മൾ മനസ്സിലാക്കി. അള്ളാഹു നമ്മെ വാർത്തെടുത്തു. ഇനി അതൊരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല. കയറുകൾ പിരിച്ചതിന് ശേഷം അത് ഉടച്ചു കളയുന്നവരെ പോലെ വലാ തകൂനു കല്ലത്തി നഖദത് ഗസ്ലഹാ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസ. വളരെ ശക്തമായ ഒരു കയറ് പിരിച്ചതിന് ശേഷം പിന്നീട് അത് ഉടച്ചു കളയരുത് എന്നതുപോലെ റമദാനിൽ തഖ്വയിൽ, തസ്കിയത്തിൽ, ഈമാനിൽ, ഇഖ്ലാസിൽ നമ്മൾ വളരെയധികം മുന്നേറി അള്ളാഹുവിൻ്റെ അതിമഹത്തായ സഹായത്തോടുകൂടി ലൈലത്തുൽ ഖദർ ലഭിക്കുന്ന, റമദാനിൻ്റെ പുണ്യങ്ങൾ ലഭിക്കുന്ന ആളുകളിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിച്ചു. അതിനുള്ള അവസരങ്ങളുണ്ടായി. ഇനി അത് പാഴാക്കി കളയരുത്. അതുകൊണ്ട് രാത്രി നമസ്കാരവും നോമ്പും മറ്റു പുണ്യങ്ങളുമെല്ലാം നിലനിർത്തേണ്ടതുണ്ട്. ഇൻഷാ അള്ളാഹ് അതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമുക്കൊരു ദർസ് ഈ ചാനലിൽ ഇൻഷാ അള്ളാഹ് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഇവിടെ ഞാൻ പ്രത്യേകമായി സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം, പെരുന്നാൾ ദിനങ്ങളിൽ നാം തക്ബീർ ധ്വനികൾ മുഴക്കുന്നു. ആ തക്ബീർ ധ്വനികൾ കേവലം നാവുകൊണ്ടുള്ള ഒരു പറച്ചിലല്ല, തെറ്റുകളിലേക്ക് പോകാനുള്ള ഒരു ലൈസൻസിൻ്റെ വാക്കുമല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ വലിപ്പവും മഹത്വവും ഉൾക്കൊണ്ട് ഇനി എൻ്റെ ജീവിതത്തിൽ എനിക്ക് അള്ളാഹുവിനേക്കാൾ വലുതായി ആരുമില്ല. എൻ്റെ ഭാര്യയോ എൻ്റെ മാതാപിതാക്കളോ എൻ്റെ മക്കളോ കൂട്ടുകാരോ നാട്ടുകാരോ ഭരണകൂടമോ ഒന്നും തന്നെ എനിക്ക് വലുതല്ല. എനിക്ക് വലുത് എൻ്റെ റബ്ബാണ്. ആ റബ്ബിൻ്റെ ഇഷ്ടമനുസരിച്ചേ ഞാൻ ജീവിക്കൂ. അവൻ ഇഷ്ടമില്ലാത്തതൊന്നും ഇനി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്ന അടിയുറച്ച പ്രഖ്യാപനമാണ് തക്ബീർ ധ്വനികളിലൂടെ വിശ്വാസികൾ മുഴക്കുന്നത് എന്ന് ഓരോ പുരുഷന്മാരും, ഓരോ സ്ത്രീകളും, ഓരോ കുട്ടികളും, ഓരോ യുവാക്കളും, ഓരോ വൃദ്ധന്മാരും, മുസ്ലിം ഉമ്മത്തിലെ മുഴുവൻ ആളുകളും മനസ്സിലാക്കുക. അതാണ് ജീവിതത്തിലെ വിജയമെന്ന് നമ്മൾ മനസ്സിലാക്കുക. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ തക്ബീർ ധ്വനികളുടെ മഹത്വവും ആശയവും മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാനും മുന്നോട്ട് പോകുവാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദി വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.